വിശദമായ നാട്ടുവിശേഷത്തിലേക്ക് പോവുകയാണ്. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചില്ല എന്നും ആശങ്ക രേഖപ്പെടുത്തുന്നതായും എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ. മാധ്യമങ്ങളിൽ നിന്നാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വാർത്തകൾ അറിഞ്ഞത്. മത്സരത്തിലെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പങ്ക് വ്യക്തമാക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ സേവ്യർ, ഈ ഫുട്ബോൾ അസോസിയേഷന്റെ ഈ ആശങ്ക വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പങ്ക് എന്ത് എന്ന് അസോസിയേഷൻ ചോദിക്കുന്നുണ്ട്. അസോസിയേഷൻ അറിയാതെയാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ഗൗരവം ഉളവാക്കുന്നില്ലേ? തീർച്ചയായും. അതായത് അർജന്റീനയുടെ മത്സരം നവംബറിൽ നടക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അതൃപ്തിയുമായി എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ രംഗത്ത് വരുന്നത്. ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇടത് MLA കൂടിയായ PV ശ്രീനിധൻ MLA ആണെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ തങ്ങളെ അറിയിച്ചില്ല എന്നൊരു നിരാശ അല്ലെങ്കിൽ അതിലൊരു അതൃപ്തിയാണ് നിലവിൽ എറണാകുളം ജില്ലാ അസോസിയേഷൻ പങ്കുവയ്ക്കുന്നത്. ഫുട്ബോൾ അസോസിയേഷൻ, കേരള ഫുട്ബോൾ അസോസിയേഷനോ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളോ ഒന്നും തന്നെ തങ്ങളെ ഇക്കാര്യത്തിലൊരു വിവരവും തങ്ങളെ അറിയിച്ചില്ല. തങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ മാത്രമാണ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ അറിയാവുന്നത് എന്നാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത്. ചട്ടപ്രകാരം അസോസിയേഷനെ ഈ വിവരങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചൊരു അന്താരാഷ്ട്ര ടീമിന്റെ മത്സരം നടക്കുമ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു രീതിയിൽ നിന്നും തങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അർജന്റീന ടീമിന്റെ സന്ദർശനവും കൊച്ചിയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആശയവിനിമയം ലഭിച്ചിട്ടുണ്ടോ എന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കണമെന്നാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. മത്സരത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പങ്ക് എന്താണെന്നും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ചോദിക്കുന്നുണ്ട്. ഫിഫ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നിവയുടെയൊക്കെ പ്രോട്ടോകോളുകൾക്ക് അനുസൃതമായാണോ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുന്നതെന്നും അത് ഉറപ്പാക്കണമെന്നും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ യോഗം പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഏതായാലും തങ്ങളെ അറിയിച്ചില്ല എന്നൊരു അതൃപ്തിയാണ് നിലവിൽ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളത്. അപ്പൊ തന്നെ ഒരു പ്രമേയം പാസ്സാക്കുക മാത്രമാണോ അസോസിയേഷൻ ചെയ്യുന്നത്? നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ PV ശ്രീനിധൻ MLA ആണ് ഇതിന്റെ അധ്യക്ഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ അസോസിയേഷന്റെ ഭാഗത്തും ഉണ്ടാകുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം അർജന്റീന ടീമൊക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോക്കോളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള നീങ്ങാനുള്ള സാധ്യതയുണ്ടോ അസോസിയേഷൻ?